ഓത്ത് എന്നുകൂടി ഉണ്ട്. സ്വയറിങ് ഇംഗ്ലീഷിൽ ഉടമ്പടി. What is it? The oath that he swore to our ancestors. Yeah, the oath he sworn to our ancestors Abraham. അപ്പോൾ ഇവിടെ മലയാളത്തിൽ ഉടമ്പടി എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒരു വാക്കവിടെ വിട്ടേക്കണം. ഇംഗ്ലീഷിൽ the covenant and the oath എന്നുണ്ടോ? Thus he has shown the mercy promised to our ancestors and has remembered his holy covenant. Covenant. The oath that he swore to our ancestors. എൻ്റെ മനസ്സിൽ എപ്പോഴും അത് കിടക്കാണ്. ഓത്ത്, ആ ശബ്ദം മനസ്സിലായോ? അപ്പോൾ മലയാളം ബൈബിളിൽ അവിടെ ആ ശബ്ദം എന്നുള്ളത് റെക്കോർഡായിട്ടില്ല. അല്ലെങ്കിൽ ഇതാ പല ട്രാൻസ്ലേഷനുകളും വായിക്കണമെന്ന് പറയണത്. അപ്പോൾ ഉടമ്പടിയും ആ ഉടമ്പടിയുടെ അചഞ്ചലതയെ ഉറപ്പിച്ച ശബ്ദം. അപ്പോൾ ഈ യേശുവിൻ്റെ പിറവിയെക്കുറിച്ചും യേശുവിൻ്റെ വരവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നൽകിയ ഈ ഗീതങ്ങളാണ് മാതാവ് പാടുന്നതും സക്കറിയ പാടുന്നതും. അതിലെല്ലാം അവരെ പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഉടമ്പടി. ആ ഉടമ്പടിയും ആ ശബ്ദവും അനുസരിച്ചാണ് നമ്മളിലേക്ക് യേശു വന്നിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ. ഇത് വാസ്തവത്തിൽ അച്ഛന്മാരും കന്യാസ്ത്രീമാരും കാനോന നമസ്കാരത്തിൽ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ ദിവസവും ഈ മാഗ്നിഫിക്കാത്തും ബെനഡിക്റ്റൂസും എല്ലാ ദിവസവും സഭ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മളിത് ഓർക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളങ്ങ് വിട്ടുകളയാതെ നമ്മുടെ ശക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു രക്ഷാകര ചിന്ത ഉണ്ടാവുകയും ചെയ്യരുത്. ദൈവമാണ് എല്ലാത്തിൻ്റെയും അധിപൻ, സർവാധിപൻ. സർവാധിപൻ എന്ന് പറഞ്ഞാൽ എന്താ? സർവാധിപനാം കർത്താവ് എന്ന് നമ്മൾ ഭയങ്കര ഒച്ചയിൽ പാടി പള്ളിത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാനാ, എനിക്ക് വയ്യ, ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം, എന്ത് കർത്താവ്, എന്ത് ആണോ ഇല്ലയോ? എന്താ സർവാധിപൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മേലെ വേറെ ഒന്നില്ല. സകലതും അവന്റെ ആധിപത്യത്തിന് കീഴിലാണ്. പിശാചിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? What is the difference between the power of evil and power of God? ഒരിക്കൽ ഒരു യുവാവ് ഇങ്ങനെ പറഞ്ഞു, എനിക്കിപ്പോൾ ഉള്ള വിശ്വാസമൊക്കെ പോയി. കാരണം ഇന്ന് സഭയുടെ നട്ടുമട്ടുമൊക്കെ കണ്ടിട്ടുള്ള വിശ്വാസമൊക്കെ പോയി. ഇത് നമ്മൾ കേൾക്കാറുള്ള ഒരു ഇതാണില്ലേ. എന്നിട്ട് അദ്ദേഹം പല ആർഗ്യുമെന്റുകളും പറയാൻ തുടങ്ങി. ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, അച്ഛന്മാരങ്ങനെ പറയുന്നു, കന്യാസ്ത്രീമാർ ഇങ്ങനെ, അവിടെ ഇങ്ങനെ, ഭർത്താൻ ഇങ്ങനെ, പോപ്പിങ്ങനെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് പുള്ളിയുടെ ഒരു അമ്മാവനോടാണ് പുള്ളി ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആ നാട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, ഇദ്ദേഹത്തിന് നീ ഇവനുമായിട്ടൊന്ന് ആർഗ്യുമെന്റ് ചെയ്യാം. അവൻ കുറേ കാര്യങ്ങൾക്ക് സംശയമുണ്ട്, കുറേ കാര്യങ്ങൾ ആർഗ്യുമെന്റും ചെയ്യണമെന്നുണ്ട്, അതിന് ആളെ കിട്ടണില്ല, എനിക്കിതൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്നാൽ ആളെ വരുത്താൻ പറഞ്ഞു. അപ്പോൾ അവൻ വരുന്നത് തന്നെ എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ ആർഗ്യുമെന്റ് ചെയ്യാനുണ്ട്, തർക്കിക്കാനുണ്ടെന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല, എന്നാലും നീ പറഞ്ഞു നോക്ക്, എന്താണ് നിന്റെ വീക്ഷണം എന്നുള്ളത് ഞാൻ അറിയട്ടെ. പാവം പറയുന്നത്, എൻ്റെ വിശ്വാസം പാടെ നഷ്ടപ്പെട്ടത് ഈ സഭയുടെ ഇപ്പോഴുള്ള ചില നിബന്ധനകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാനും അതേ സഭയിൽ തന്നെയാണ് ജീവിക്കുന്നത്, എനിക്ക് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആർഗ്യുമെന്റ് ആരംഭിച്ചു.
അവിടെ ഞാനൊരു കാര്യം പറഞ്ഞത്, വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. യഥാർത്ഥമായിട്ട് നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നഷ്ടപ്പെടില്ല. കാരണം വിശ്വാസം എന്നത് ഒരു എറ്റേണൽ ഗിഫ്റ്റാണ്, ഒരു നിത്യതയുള്ള ഒരു ദാനമാണ്. എന്തിനുള്ള വിശ്വാസം? ദൈവത്തിലുള്ള വിശ്വാസം. ആ ദൈവത്തിലുള്ള വിശ്വാസം ഒരു കടുകുമണി കിട്ടിയാൽ മതി, പിന്നെ അത് നഷ്ടപ്പെടില്ല. അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? അതിൻ്റെ അർത്ഥം നിനക്ക് മുൻപ് ശരിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ ബൈബിൾ വായിച്ചിരുന്നു, ഇതൊക്കെ ചെയ്തിരുന്നു. അതെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം അതൊരു ചട്ടം, ഒരു റിച്വലായിട്ട് നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. യഥാർത്ഥമായിട്ട് നീ ദൈവത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരിക്കലും പോകില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ മഞ്ഞുകാലത്ത് നോക്കി. അപ്പോൾ യൂറോപ്പിലാണ് മഞ്ഞുകാലത്ത് ഒറ്റ മരങ്ങളിലും ഇലയില്ല, മുഴുവൻ ഐസാണ് കിടക്കുന്നത്. പക്ഷെ ഈ മരങ്ങളിൽ ഇലയില്ലെങ്കിലും ഈ മരം ചത്തോ ഇല്ല. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഈ സ്പ്രിംഗ്, വസന്തമാകുമ്പോൾ ഈ മരങ്ങളെല്ലാം പൂവണിയും, ഈ മരങ്ങളെല്ലാം പുതിയ ഇലകൾ വരും. എന്തു മനോഹരമാണ് ആ പ്രതീക്ഷ. എന്ന പോലെയാണ് വിശ്വാസം ചില സമയത്ത്. പക്ഷേ അത് വിശ്വാസം ഒരിക്കലും പോയില്ല, വിശ്വാസം നിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പൊ പിന്നെ കുറെ തർക്കിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ, നിനക്ക് എന്തോരം വിശ്വാസം ഉണ്ടായിരുന്നു, ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ചോദിച്ചു. അതെങ്ങനെ ടെസ്റ്റ് ചെയ്യണത്? നിങ്ങൾ? ഞാനല്ല ടെസ്റ്റ് ചെയ്യണത്. ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ നീ അതിനെ എന്തുത്തരം പറയണോ അതനുസരിച്ച് നിനക്ക് തന്നെ മനസ്സിലാകും നിനക്ക് എന്തോരം വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അവനൊരു ആകാംക്ഷയായി. നിങ്ങൾക്ക് മുമ്പ് ഒരാകാംക്ഷ ഉണ്ട് തോന്നണില്ലേ? ഒരാകാംക്ഷ, വിശ്വാസം ടെസ്റ്റ് ചെയ്യണം. ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പരീക്ഷിച്ചറിയണം. അപ്പൊ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസത്തിൽ എവിടെയാണ് ഇപ്പോൾ, ഏത് ലെവലാണ്, എന്തോരം ഇനി ഉയരണം എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത ചോദ്യം ആണ് ഇപ്പൊ നിങ്ങളോട് നേരത്തെ ചോദിച്ചത്. ദൈവത്തിൻ്റെ ശക്തിയും പിശാചിന്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പവർ ബിറ്റ്വീൻ ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ പവർ ഓഫ് ഈവിൾ? ഓക്കെ. അപ്പോൾ കുറേ നേരം അദ്ദേഹം പരിശ്രമിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, കണ്ടോ എവിടെയാണ് നിന്റെ വിശ്വാസം? പ്രതി വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് എന്താ നിനക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പറയുന്നത് രണ്ടും സ്പിരിറ്റാണ്, അതുകൊണ്ട് ഏതാണ്ട് ഒരേ മാതിരി ആകാനാണ് സാധ്യത. ഈവിൾ സ്പിരിറ്റും ഹോളി സ്പിരിറ്റും രണ്ടും സ്പിരിറ്റ് നേച്ചറാണ്, അതുകൊണ്ട് ഒരേ ശക്തിയായിരിക്കാം. കുറച്ച് കഴിഞ്ഞ പറയില്ല, ഒരേ ശക്തിയല്ല. ഇങ്ങനെ പല ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി. അവസാനം പുള്ളി പറഞ്ഞ്, ക്ഷമിക്കണം, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ദൈവം സൃഷ്ടാവാണ്. സൃഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് ദൈവത്തിൻ്റെ ശക്തി സർവാധിപത്യമാണ്. സർവാധിപൻ, സർവശക്തൻ, അനന്തമാണ് ശക്തി. ബാക്കിയുള്ളതെല്ലാം അതിൽ താഴെയാണ്. പിശാച് എങ്ങനെ ഉണ്ടായി? മാലാഖമാരുടെ പതനത്തിലൂടെയാണ് പിശാച് ഉണ്ടായത്. കാറ്റഗിസത്തിൽ 345 ഖണ്ഡിക നമുക്കൊന്ന് കേൾക്കാം.
കാറ്റഗിസത്തിൽ 395 ഖണ്ഡിക, 395, 400-ന് 5 താഴെയായിട്ട് കണക്കാക്കിയാൽ മതി. 395, 395. പേജ് നമ്പർ 101. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല. പിശാചിന്റെ ശക്തി അനന്തമല്ല. എല്ലാവരും ഒന്ന് കരം ഉയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട് പിശാചിന്റെ ശക്തി അനന്തമല്ല. അനന്തമല്ല. അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. ഒരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം. അവന്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷമായി ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തി വെക്കുന്നതും ആകാം. എന്നാലും പിശാചിനെ അവന്റെ ദുഷ്പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. ആരനുവദിക്കാറുണ്ട്? ദൈവം അനുവദിക്കാറുണ്ട്. എന്തിനാണ്? ശക്തിയോടും സൗമ്യതയോടും കൂടി മനുഷ്യന്റെയും ലോകത്തിന്റെയും ചരിത്രത്തെ നിയന്ത്രിച്ച് നയിക്കുന്ന ദൈവിക പരിപാലന പിശാചിനെ അവന്റെ പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. പൈശാചിക പ്രവർത്തനത്തെ ദൈവം അനുവദിക്കുന്നു എന്നത് ഒരു വലിയ രഹസ്യമാണ്. എങ്കിലും നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും എല്ലാം നന്മയ്ക്കായി അവിടുന്ന് ക്രമീകരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ ഒരു ഉൾക്കാഴ്ചയില്ലെങ്കിൽ നമ്മൾക്ക് പിശാചിനെ ബഹിഷ്കരിച്ചാലും പോവില്ല. നമ്മൾ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ഒച്ചയും ബഹളവും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളൊക്കെ പറയുമ്പോൾ ഇത്തിരി ഒച്ചയായി പോകുന്നുള്ളൂ. പിശാചിനോട് മൗനമായിട്ട് പറഞ്ഞാലും അത് പോയിക്കോളും. പിശാചിനോട് പോകാൻ പറയുന്നതിൻ്റെ അടിസ്ഥാന കാര്യം നമ്മൾ പറയണതുകൊണ്ടൊന്നുമല്ല പിശാച് പോകുന്നത്. പിശാചിൻ്റെ രാജ്യത്തെ യേശു ക്രിസ്തു പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ നമ്മുടെ രാജ്യം ജയിച്ചു. പക്ഷേ ശത്രു രാജ്യത്തിൻ്റെ പട്ടാളക്കാർ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് അവരോട് പറയും, നിങ്ങൾ ഇന്ന സമയത്തിനകത്ത് പോയിക്കൊള്ളണം. പക്ഷേ അവർ പോകില്ല. അവരിവിടെ തന്നെ പറ്റിപ്പിടിച്ച് നടക്കാൻ. ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം. എന്നാലും പട്ടാളക്കാർ, ഇവിടെ വന്ന പട്ടാളക്കാർ ഇവിടെയുള്ള ചില പെണ്ണുങ്ങളുമായിട്ട് പ്രേമമൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കുടുങ്ങി കിടക്കുക. മനസ്സിലായ? യുദ്ധം കഴിഞ്ഞു, ഇവർ പോകണ്ടേ? ഇവർ പോകണില്ല. യുദ്ധം കഴിഞ്ഞാൽ ആദ്യം പട്ടാളക്കാരെന്ന് ചെയ്യുന്നത് വീടുകൾ തോറും ചെന്ന് പെണ്ണുങ്ങളെയൊക്കെ റേപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ചില ഇതില്ല. എനിവേ, അത് പോട്ടെ. അപ്പോൾ അതിൽ നിന്നുണ്ടായ മക്കളും ഇപ്പോൾ കുറേ പേരുണ്ട് അവിടെ. യുദ്ധത്തിൻ്റെ പരിണത ഫലത്തിൻ്റെ ഒരു വളരെ വേദനാജനകമായ ചില കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഇതൊന്നും ആരും പറഞ്ഞറിയിക്കൊന്നുമില്ല.
പക്ഷെ അവിടുത്തെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒരുപാട് പേര് കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ മനസ്സിലാവുന്ന, വേദനിക്കുന്ന അല്ലെങ്കിൽ സൗഖ്യം കിട്ടേണ്ട മേഖലകൾ ഇതൊക്കെയാണ്. ഓക്കെ, എന്ന പോലെ യുദ്ധം, കർത്താവ് യുദ്ധം ചെയ്തു, യുദ്ധം ജയിച്ചു. പിശാചിന്റെ രാജ്യം യേശുക്രിസ്തു കുരിശിലെ തൻ്റെ ബലിയിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിശാചിന്റെ രാജ്യത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അങ്ങനെ പരാജയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി, അത് പോയിക്കോളാൻ, എൻ്റെ പേരിൽ അത് പോയിക്കോളും. ആരുടെ പേരിൽ? യേശുവിൻ്റെ പേരിൽ. എന്തുകൊണ്ട്? യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ആളുകളാണ് നമ്മൾ, അവർ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ആളുകളല്ല. അതുകൊണ്ടാണ് ആ രാജ്യം നമ്മുടെ രാജ്യത്തിനെതിരാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ രാജ്യത്തല്ലാത്തവൻ എനിക്ക് എതിരാണ്. ഒന്നെല്ലാവരും പറഞ്ഞ്, എൻ്റെ രാജ്യത്തല്ലാത്തവൻ എനിക്ക് എതിരാണ്. ഇവിടെ ആകെ രണ്ട് പാർട്ടിയേ ഉള്ളൂ, റൂളിംഗ് പാർട്ടി, ഓപ്പോസിഷൻ പാർട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഇല്ല. അപ്പൊ ആരെല്ലാം റൂളിംഗ് പാർട്ടിയിലാ അല്ലയോ, അവൻ ഓട്ടോമാറ്റിക്കലി മറ്റേ പാർട്ടിയിലാണ്. മറ്റേ പാർട്ടി ഒപ്പോസിഷനാണ് അവർക്ക് ദൈവരാജ്യത്തിൽ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരാഴം ഇതാണ്, നമ്മൾ ഏത് പാർട്ടിയിലാണ്? നമ്മൾ ദൈവം പാർട്ടിയിലാണ്, നമ്മൾ വിജയിച്ച പാർട്ടിയിലാണ്, നമ്മൾ സർവാധിപന്റെ പാർട്ടിയിലാണ്. പക്ഷേ നമുക്ക് ചുറ്റും തോണ്ടി തോണ്ടി വേറൊരു പാർട്ടിക്കാരൻ നടക്കുകയാണ്, നീ ഇങ്ങോട്ട് പോരെ, നീ ഇങ്ങോട്ട് പോരെ, നീ ഇങ്ങോട്ട് പോരെ. അപ്പൊ അവരെ ബോധ്യപൂർവം ഈ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, നീ പോകും, എൻ്റെ വീട്ടിൽ ഇരിക്കരുത്. അപ്പൊ അവൻ പോകുന്നു. ഇത് ഈശോ ഇപ്പൊ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ വിശ്വാസികൾക്ക് ഈ അടയാളം ഉണ്ടാകും. എന്താണ് ആദ്യത്തെ അടയാളം? എന്താ ആദ്യത്തെ അടയാളം? അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും സർപ്പങ്ങളെ കയ്യിലെടുക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോ നമ്മളെ ദൈവത്തിൻ്റെ നീതീകരണം നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സർവാധിപ ശക്തി നമ്മൾ അനുഭവമായി കഴിഞ്ഞാൽ, നമ്മളിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി ഇതാണ്. ഇത് നമ്മൾ വിചാരിക്കും ഇത് വളരെ വലിയ അഭിഷിക്തർക്കാണ് ഈ പിശാചിനെയൊക്കെ ബഹിഷ്കരിക്കാനുള്ള വരം. അങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ടോ? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? വിശ്വാസി, ഓരോ വിശ്വാസി, എല്ലാവരും അഭിഷിക്തരാണ്. നമ്മൾ പ്രാവശ്യം പറഞ്ഞു, മാമോദീസായിലൂടെ യേശുവിൻ്റെ അതേ അഭിഷേകമാണ് എല്ലാ വിശ്വാസികളിലും ലഭിച്ചിരിക്കുന്നത്. മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്ന ഈ അഭിഷേകത്തിൽ ഈ ശക്തിയുണ്ട്. ഏത് ശക്തിയുണ്ട്? പിശാചുക്കളെ ബഹിഷ്കരിക്കാനും സർപ്പങ്ങളെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പിശാചുക്കൾ, അവരെ നിങ്ങൾ ശക്തമായിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉദിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാകണം ഒരു ബോധ്യം, പിശാച് സൃഷ്ടിയാണെന്നും ദൈവം സൃഷ്ടാവാണെന്നും. ദൈവം സൃഷ്ടാവ് എന്നുള്ള നിലയിൽ സർവാധിപനാണ്. പിശാചിനെ എന്തെല്ലാം നമ്മളെ പാപകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയാൻ സാധിച്ചാലും പിശാചിന്റെ ശക്തി സർവാധിപത്യമല്ല. പിശാചിന്റെ ശക്തി പരിമിതമാണ്. പരിമിതം. സർവാധിപൻ എന്നുള്ള നിലയ്ക്ക്, സൃഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന്റെ ശക്തി അനന്തമാണ്, അപരിമേയം. ഞാൻ ഈ പല പ്രഭാഷണങ്ങളിലും ഇത് പറയാറുണ്ട്. റിന്യൂവൽ ഫയർ ഇംഗ്ലീഷ് ടോക്കിൽ കേട്ടുക, ഷാലോവിലുള്ള മലയാളം ടോക്കിൽ കേട്ടുക.
അപ്പോൾ ഒരിക്കൽ ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ തോമസ് പോളെ ഒരു സമാധാനമായി. അതെന്താ? അല്ല, ഇത്രയും നാളും ഞാൻ ധരിച്ചിരുന്നത് ഈ പിശാചിനെ പേടിച്ച് ഒരു ജീവിതമായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, പിശാചിനെ പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പിശാചിനെ പേടിച്ചുകൊണ്ടും പിശാചിന്റെ ശക്തിയെ പേടിച്ചുകൊണ്ടും പിശാചിന്റെ പ്രവർത്തനത്തിനെ പേടിച്ചുകൊണ്ടും ഇരിക്കേണ്ട കൂട്ടരല്ല നമ്മൾ. അതാണ് സത്യം അറിയണം, ശക്തിയെക്കുറിച്ച് അറിയണം, ദൈവത്തെക്കുറിച്ച് അറിയണം, നിത്യജീവനെ കുറിച്ച് അറിയണം. അപ്പൊ ദൈവത്തിന്റെ നീതീകരണത്തിന്റെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ സർവാധിപനായ കർത്താവ്, സർവാധിപനാം കർത്താവേ എന്ന് നമ്മൾ പാടുന്ന വാക്ക് ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ഇപ്പൊ ഇതറിഞ്ഞപ്പോ തന്നെ നമ്മുടെ അകത്ത് ഒരു വീര്യം തോന്നുന്നുണ്ടോ? ഉണ്ടോ? മാത്രമല്ല, എല്ലാ വിശ്വാസികളും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള കഴിവ് മാമോദീസായിലൂടെ, ഈ സർവാധിപത്യത്തിലൂടെ ഉണ്ട്. കാരണം നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ പിശാച് നമ്മളെ ആക്രമിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഉടനെ ഇത്രയും ചെയ്താൽ മതി, എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നീ പോകും. നമ്മൾക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, രാത്രി എല്ലാം കിടന്നുറങ്ങുമ്പോൾ പിശാച് വന്ന് ശല്യപ്പെടുത്തുന്നതും കുരക്കിൽ പിടിക്കുന്നതൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എത്ര പേർക്കുണ്ടായിട്ട് അങ്ങനെ അനുഭവം? കണ്ടോ എന്തോരം പേര്. അപ്പം നിങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ, അത് നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശബ്ദം വന്നു, പോയി ചാച്ചൻ ഇത്രേ പറയണ്ട ഉള്ളിലെ, അത് പോയി. അപ്പോസ്തല പ്രവർത്തനം 19:14 എന്താണ് പറയുന്നത്? അപ്പൊ അവര് യേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രവർത്തനത്തിലൂടെ അല്ലായിരുന്നിരിക്കാം അതൊക്കെ ചെയ്യുന്നത്. മനസ്സിലാവണ്ടോ? യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം. അപ്പൊ യേശുവിൽ വിശ്വസിക്കാതെ, യേശുവിന്റെ ശക്തിയിലൂടെ അല്ലാതെ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ പറ്റില്ല. മനസ്സിലാവണ്ടോ? അവര് യേശുവിൽ വിശ്വസിക്കാതെ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ പോയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചില ഉദാഹരണം ഞാൻ പറയാൻ വന്നത് വേറെ, ഇപ്പൊ പറയുന്നത് വേറെ. ഒരിക്കലൊരു കൺവെൻഷനിൽ ഭയങ്കര ബഹളം, ഒരാൾ പിശാച് ബാധിച്ച ഒരാളെ. അപ്പോൾ കൺവെൻഷൻ്റെ ലീഡേഴ്സിനെ അടുത്തേക്ക് ഈ ആളെ കൂട്ടിക്കൊണ്ടുപോയി. ആ ലീഡർ ഒരു കുരിശും കൊണ്ടുവന്നിട്ട് പറഞ്ഞ് പോ പിശാച് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണ് ഭയങ്കരമായിട്ട് അലറിയപ്പോൾ ഇയാൾക്കത് ദേഷ്യമായി. ഇതാണ് പിശാചിൻ്റെ പണി. എന്താ? നമ്മളെ ദേഷ്യപ്പെടുത്താണെങ്കിൽ എന്താവും? നമ്മൾ ദേഷ്യപ്പെടുത്താണെങ്കിൽ നമ്മൾ എന്താവും? നമ്മളും പിശാചുമല്ലേ. പിന്നെ അവൻ പോവില്ല. അയാൾക്ക് ദേഷ്യമായി. അയാൾ ആ പെണ്ണിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് ഒരു കുരിശ് അതിന്റെ വായിലേക്കാണ് തള്ളി. മനസ്സിലായോ? പിശാച് പോകുമോ? അതിനർത്ഥം പിശാച് ഇപ്പൊ സന്തോഷിക്കുകയാണല്ലോ. ഇപ്പൊ നമ്മൾ രണ്ടും ഒരു പാർട്ടിയാണ്. പിശാച് പോകണമെങ്കിൽ നമ്മൾ, പിശാച് അലറിക്കൊണ്ട് വരും. പിശാച് ബാധിച്ച ആൾ അലറിക്കൊണ്ട് വരുമ്പോ നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മൾ രണ്ടും കൂട്ടായി എന്നർത്ഥം. നമ്മൾ ആ പിശാചുമായിട്ട് കൂട്ടായി. മറിച്ച് ശാന്തമാകുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. ദൈവമേ, നീ സർവാധിപനാണ്, നീ സർവാധിപനാണ്, നീ ആണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ഞാൻ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു,
ആ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്ന ഈ അശുദ്ധാരൂപിയെ നീ തന്നെ പറഞ്ഞു വിട്ടണേ. ഈശോയെ, നീ കുരിശിൽ ഇതിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് കുരിശിൽ നേടിയ വിജയത്തിൻ്റെ യോഗ്യതയിലൂടെ ഞാൻ ഈ വ്യക്തിയിലുള്ള ആ പിശാചിനോട് കൽപ്പിക്കുന്നു, ഈ വ്യക്തിയെ വിട്ട് ദൂരെ പോവുക, യേശുവിൻ്റെ നാമത്തിൽ പോവുക. വളരെ ശാന്തമാകണം, വളരെ സ്നേഹം നിറയണം. വചനത്തിലൂടെ എല്ലാം പറഞ്ഞോ, പക്ഷെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാകേണ്ടത്? നമ്മുടെ വിശ്വാസം എന്താ ഉണ്ടാകേണ്ടത്? ഒന്ന് വിശ്വാസം, രണ്ട് സ്നേഹം. ഇത് രണ്ടുമാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി. നമ്മളവിടെ ദേഷ്യം വന്നുവെങ്കിൽ ദേഷ്യം സർവാധിപനായ ദൈവത്തിൽ നിന്നല്ല. ഇത് പറഞ്ഞത് ദൈവത്തിൻ്റെ നീതിയും വന്നിരിക്കുന്നത് പിശാചിന്റെ പ്രവർത്തനത്തിനെതിരായിട്ടാണ്, ഇല്ലേ? പാപം വന്നിരിക്കുന്നത് പിശാചിന്റെ പ്രവർത്തനത്തിലൂടെയാണ്. ഈ സകല പാപത്തെയും യേശുക്രിസ്തു എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി പാപത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. മറിച്ച് പിശാച് യേശുക്രിസ്തുവിനെ വരെ വെറുതെ വിട്ടിട്ടില്ല, പിന്നെയാണോ നമ്മളെ വിട്ടേ? അങ്ങനെ ചിന്തിച്ചൂടെ, അല്ലേ? അതൊക്കെ തോമാപ്പോൾ അങ്ങനെയൊക്കെ പറയും. യേശുക്രിസ്തുവിനെ തന്നെ പരീക്ഷിക്കാൻ വന്നേക്കണി, പിന്നെ നമ്മളെ പക്ഷേ യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചത് എങ്ങനെയാണ്? പിശാച് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നോ, യേശു പിശാചിൻ്റെ അടുത്തേക്ക് ചെന്നോ? പിശാച് യേശുവിൻ്റെ അടുത്തേക്ക് പോയോ, അതോ യേശു പിശാചിൻ്റെ അടുത്തേക്ക് പോയോ? യേശു പിശാച് 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 യേശുവിൻ്റെ അടുത്തേക്ക്. ഇതൊക്കെ വചനം ശരിക്കും പഠിക്കണം. നോക്കിയൊന്ന് മത്തായി 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. കണ്ടോ? അപ്പൊ ആരാ പിശാചിലേക്ക് എന്നത്? എന്തിനാണ്? നീ എന്നെ പരീക്ഷിക്കണം, പിശാചെ എന്നെ പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോ ദൈവരാജ്യം 4-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഈശോയുടെ മാമോദീസ കഴിഞ്ഞു. ഈശോ പരസ്യ പ്രഘോഷണം ആരംഭിക്കുകയായി. എന്താണ് ഈ പരസ്യ പ്രഘോഷണത്തിന്റെ വിഷയം? ഇതാ ഒരു പുതിയ മൊട്ടാസ്, ഒരു പുതിയ ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവരാജ്യം, ദൈവനീതി, ദൈവത്തിലൂടെയുള്ള രക്ഷ. ഇത് പൊട്ടിച്ച് കാണിച്ചു തരാമോ? അതിനുവേണ്ടി നമ്മൾ മരുഭൂമിയിൽ പരീക്ഷണം നടത്താറില്ലേ? ഇന്ത്യക്ക് ഇതാ ന്യൂക്ലിയർ പവർ. എല്ലാവരും ശ്രദ്ധിച്ചു. അതോടുകൂടി മനസ്സിലായി, ഇനി ഇന്ത്യയോട് കളിക്കണമെങ്കിൽ സൂക്ഷിക്കണം എന്ന പോലെ ദൈവരാജ്യത്തിൻ്റെ ഈ പുതിയ ശക്തിയെ പ്രകടമാക്കി കാണിക്കുകയാണ്. ഇത് ആരെടുത്ത് പ്രകടമാക്കണം? നമ്മുടെ വീട്ടിൽ പ്രകടമാക്കേണ്ട കാര്യമുണ്ടോ? ഇത് ശത്രുവിൽ പ്രകടമാക്കണം. പിശാചിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാനാണ് ദൈവരാജ്യം വന്നിരിക്കുന്നത്. പിശാചിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യും. അങ്ങനെ പിശാച് പരീക്ഷിക്കാൻ തുടങ്ങി. ഓരോ പരീക്ഷണത്തിലും അവനെ പരാജയപ്പെടുത്തി കാണിച്ചു വരികയാണ്. ആരെ കാണിക്കുന്നു? നമ്മളെ കാണിക്കുന്നു. പിശാചിന്റെ പ്രവർത്തനത്തെ യേശു പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി ഒന്നൊന്നായിട്ട് കാണിക്കുകയാണ്. എന്ന പോലെ തന്നെ നമ്മളെയും പിശാച് പരീക്ഷിക്കാൻ വരും. അതാണ് നമ്മളിവിടെ കേട്ടത്. ദൈവം അനുവദിക്കുന്നു പിശാച് നമ്മളെ പരീക്ഷിക്കുന്നതിനും നമ്മളിൽ ശാരീരികമായി തന്നെ പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിനും ദൈവം അനുവദിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ, നമ്മുടെ വിശ്വാസത്തിലൂടെ അതിനെ പരാജയപ്പെടുത്തി നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ ആ പിശാചിനെ നേരിട്ട് അനുഭവിക്കുകയും
അപ്പൊ നമ്മൾ പറയാം, നീ വേണമെങ്കിൽ എൻ്റെ ശരീരം കുറച്ച് കാർന്ന് തിന്നു, എനിക്കൊരു കുഴപ്പമില്ല, കാരണം എൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്. അപ്പൊ അവൻ കൂടുതൽ ആക്രമിക്കും, കൂടുതൽ പ്രലോഭനങ്ങൾ തരും. അപ്പൊ പറയാം, എൻ്റെ കർത്താവ് എൻ്റെ എല്ലാ തിന്മകൾക്കും വേണ്ടി പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിയുമ്പോൾ പലരെടുക്കുന്നു പല ശത്രുതകളും കലഹങ്ങളും ഒരു കാര്യമില്ലാണ്ട് നമുക്കെതിരെ ഇതാ കുറെ ശരിക്കും പിശാച് തന്നെ അലർന്നമായി നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് മോശയെ പോലെ കരങ്ങൾ ഉയർത്തണം. എന്താണ് മോശയുടെ ആ സംഭവം? പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനം, പുറപ്പാട് 17-15 മുതൽ വായിക്കും. ജോഷുവ അമലേക്യരും ഇസ്രായേലും തമ്മിൽ യുദ്ധം കണ്ടോ? അമലേക്യര് നമ്മുടെ ശത്രുക്കളാണ് ഇസ്രായേലിന്റെ. ഈ ശത്രുക്കൾ ദൈവജനവുമായിട്ട് യുദ്ധത്തിന് വരുമ്പോൾ മോശ എന്ത് ചെയ്തു? മോശ അമ്പും വില്ലും എടുത്തങ്ങ് മുന്നോട്ട് പോയോ? ഇല്ല. മോശ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ മലയിലേക്ക് പോകുന്നു, നിങ്ങൾ യുദ്ധകളത്തിലേക്ക് പോയിക്കോ. ഇതാണ് നമ്മൾ യുദ്ധം ചെയ്യിക്കുന്നതിൻ്റെ ഒരു പരിപാടി. അങ്ങനെ മോശയുടെ കരങ്ങൾ മലമുകളിൽ മോശ നിന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യുദ്ധം ജയിച്ചു കൊണ്ടിരുന്നു. മോശ തളർന്നപ്പോൾ യുദ്ധം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം മോശയാകുന്ന കമാൻഡറിന്റെ അസിസ്റ്റന്റ് കമാൻഡർമാരായ ഹൂറും അഹ്റോനും ചെന്ന് മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യുദ്ധം ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് യുദ്ധമുറ. പ്രാർത്ഥനയുടെ ശക്തിയിലൂടെയാണ് യുദ്ധം ജയിച്ചത്. ദൈവത്തിന്റെ ശക്തിയിലൂടെയാണ് അവർ യുദ്ധം ജയിച്ചത്. പഴയ നിയമത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ദൈവശക്തിയുടെ പ്രകടമായ അടയാളം നമുക്ക് കാണാം. അന്ധകാര ശക്തികളെ കീഴടക്കുന്ന ദൈവിക ശക്തി. ആ സ്ഥലത്തിന് മോശ പേരിട്ടു യാഹ്വേ. യാഹ്വേ നിസ്സി എന്ന് പറഞ്ഞെല്ലാവരും യാഹ്വേ നിസ്സേ എന്ന് പേരിട്ടു. എന്താണ് അതിന്റെ അർത്ഥം? യാഹ്വേ നിസ്സേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ. അതിന്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, കർത്താവാണ് ഞങ്ങളുടെ പതാക എന്ന്. ഇപ്പൊ മനസ്സിലായോ എന്തിനാണ് നമ്മൾ പള്ളിയിൽ പെരുന്നാളിന് മുമ്പ് കൊടികയറ്റുന്നതും വെടിവെക്കുന്നതും? പെരുന്നാളിന് കൊടികയറിയിരിക്കുന്നു, വെടിവെക്കിട്ടിരിക്കുന്നു ഇല്ലേ? എന്താ? യുദ്ധം ജയിച്ചിരിക്കുന്നു. കർത്താവിന്റെ പതാക ഇതാ ഉയർത്തപ്പെട്ടിരിക്കുന്നു. കർത്താവാണ് ഞങ്ങളുടെ പതാക. ആ യുദ്ധത്തിന്റെ ജയകാഹളമാണ് ആ വെടിപൊട്ടിക്കുന്നത്. Praise the Lord. എന്ന് വിചാരിച്ചുള്ള കാശ് മുഴുവൻ ചിലവാക്കി കുറെ വെടിപൊട്ടിച്ച് വെറുതെ കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ചാൻസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് വെടിക്കെട്ടുകാർക്ക് കാശ് കൊടുത്തിട്ട് പാവപ്പെട്ടവർക്ക് അല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ കൊടികയറ്റവും വെടിവെപ്പോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ഈ കൊടികയറുന്നത്, എന്താ വെടിവെപ്പ്. കർത്താവിൻ്റെ പതാകയാണ്. മോശ അവിടെ ഒരു സ്തംഭം സ്ഥാപിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു ഇത് കർത്താവിൻ്റെ പതാകയാണ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ ചിന്തിക്കണം. യുദ്ധം എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ മുമ്പിൽ യുദ്ധത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഫ്ലാഗ് ബെയർ കർത്താവിൻ്റെ കൊടിയുമായിട്ട് കുതിരപ്പുറത്ത് മുന്നോട്ട് നീങ്ങും. കർത്താവിൻ്റെ കൊടിയുമായിട്ടല്ല, ഈ രാജ്യത്തിൻ്റെ കൊടിയുമായിട്ട്. ഏത് രാജ്യം യുദ്ധം ചെയ്യുന്നുവോ ആ രാജ്യത്തിൻ്റെ പതാകയുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. എന്നിട്ട് പുറകെ നിന്ന് വെടിവെക്കും. അപ്പോൾ മനസ്സിലായതാ യുദ്ധം ആരംഭിച്ചാൽ അവർ തയ്യാറായിരിക്കുന്നു. പക്ഷേ ഇവിടെ മോശ പറയുകയാണ്, ആ കൊടി നമ്മുടെ രാജ്യത്തിൻ്റെ അല്ല, നമ്മുടെ രാജാവിൻ്റെ അല്ല. ആരാണ് നമ്മുടെ രാജാവ്? ഏതാണ് നമ്മുടെ രാജ്യം? ദൈവരാജ്യത്തിൻ്റെ കർത്താവിൻ്റെ കൊടിയാണ് ഞങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സുവിശേഷ അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപേ കർത്താവിൻ്റെ ശക്തി
മുന്നോട്ട് നീങ്ങണം. അപ്പൊ അന്ധകാര ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണെങ്കിൽ കർത്താവിന്റെ ശക്തിയിലൂടെയാണ് അന്ധകാര ശക്തി പോകുന്നത്. അടുത്തെഴുതിയിരിക്കുകയാണ്, അമല്യഖ്യരുടെ നാമം ആകാശത്തിന് കീഴിൽ നിന്നും എന്നേക്കുമായിട്ട് മാറ്റി കളഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പറയാനുണ്ടായ ആരംഭിച്ചത് സർവാധിപനാം കർത്താവേ എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും അങ്ങ് വിശ്വസിക്കും, ദൈവം സർവാധിപനാണ്. പിശാചും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം അറിയാതെ പിശാചിന് നമ്മളെ തൊടാൻ പറ്റില്ല. ദൈവം അറിയാതെ നമ്മൾക്ക് ഒരു പാപവും നമ്മളെ തൊടാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കുന്നു? നമ്മൾ കേട്ടു, ഒരുവൻ നല്ല വിത്ത് വിതച്ചു, പിറ്റേ ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം കളകൾ വിതച്ചിട്ട് കടന്നു കളഞ്ഞു ശത്രു. അപ്പോൾ മുതലാളി എന്ത് പറഞ്ഞു? പണിക്കാരുണ്ട്, യജമാനെ, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പക്ഷെ ഇപ്പതേ മുളച്ചപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കളകൾ എങ്ങനെ വന്നു? അത് കള്ളൻ വിതച്ചിട്ട് കടന്നു കളഞ്ഞു. നമ്മൾ കാവൽ നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ ഞങ്ങളത് പറിക്കട്ടെ? വേണ്ട, ഇപ്പൊ പറിക്കണ്ട. ഇപ്പൊ നിങ്ങളത് പറിക്കാനായിട്ട് പാടത്തിറങ്ങിയാൽ ഒരുപക്ഷെ ഈ നല്ല വിത്തുകൾക്ക് നല്ല ചെടികൾക്ക് വല്ല ഹാനി ഉണ്ടായാലോ. അതുകൊണ്ട് വളർന്നോട്ടെ, രണ്ടും വളർന്നോട്ടെ. തക്ക സമയത്ത് ഞാൻ കളകളെ പറിച്ചു മാറ്റി നല്ല വിത്തുകളിലുള്ള ഫലങ്ങൾ ശേഖരിക്കും. കണ്ടു, ദൈവം തന്നെ കളകൾ അനുവദിക്കുന്നു. ദൈവം കളകൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും പിശാചിന്റെ പ്രവർത്തനം അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ദൈവത്തിന് അതിനേക്കാൾ അനന്ത ശക്തി ഉള്ളത് കൊണ്ടും ഏത് സമയത്തും വേണമെങ്കിൽ ആ പ്രവർത്തനത്തെ നിർത്താനും അതിനെ വിശദീകരിക്കാനും ദൈവത്തിന് ശക്തി ഉള്ളത് കൊണ്ട്. അതാണ് ദൈവത്തിന്റെ അപ്രമാദിത്യം. എന്തിനു പറയുന്നു? ഈ ആദ്യ പാപം തന്നെ എവിടെയാണ് ഉണ്ടായത്? നരകത്തിലാണോ ഉണ്ടായത്? പറുദീസയിലാണ് ഉണ്ടായത്. ദൈവത്തിന്റെ കൺമുമ്പിലാണ് ഉണ്ടായത്. ദൈവത്തോടു കൂടി വസിക്കുന്നവരുടെ മധ്യത്തിലാണ് ഉണ്ടായത്. എന്തിന് ദൈവം അത് അനുവദിച്ചു? ദൈവം അത് അനുവദിച്ചത് മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. ആ സ്വാതന്ത്ര്യത്തിൽ അവന് തിന്മ പോലും എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവം അവിടെ തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷേ അവൻ വിശ്വസിക്കുകയാണ്, ഇല്ല, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യില്ല എന്നാണെങ്കിൽ ദൈവത്തിന് കൂടുതൽ സന്തോഷമായിരിക്കും. ഇനി ഈ അവസ്ഥയും വിട്ട് അവനെ ചതിച്ചു, അവൻ പറ്റിക്കപ്പെട്ടുവെങ്കിൽ ദൈവം അവിടെ അവനെ രക്ഷിക്കും. ആ വീണ അവസ്ഥയിൽ നിന്നും ദൈവം അവനെ ഏറ്റെടുക്കും. അതിൽ നമ്മൾ കാണുന്നതെല്ലാം ഇത് സുവിശേഷത്തിലെ ഇത്രയും വലിയ അഭിഷിക്തനായ ദാവീദിന് വരെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇല്ലേ? ദാവീദ് ഇത്രയും വലിയ അഭിഷേകം കൊണ്ട് നിറഞ്ഞവനായിട്ടും ദാവീദ് ആ മണിമാളികയിൽ ബാൽക്കണിയിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഒരു പെണ്ണ് കുളിക്കുന്നത് കണ്ടു. അയാൾ അതിൽ ആകർഷിക്കപ്പെട്ടു. അവളെ വിളിച്ചു വരുത്തി, അവളോടൊപ്പം ക്ഷയിച്ചു, അവളോടൊപ്പം പാപം ചെയ്തു പോയി. പിന്നീട് ദാവീദിന് മനസ്സിലായി അത് തെറ്റായിരുന്നു. ദാവീദ് പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചു. അപ്പോ തിന്മ ഏത് മനുഷ്യനും ഉണ്ടാകാം. ഇപ്പൊ ഇന്നത്തെ ഒരു ന്യൂസ് ഇതാണ്, അമേരിക്കയിലുള്ള ടൈം മാഗസിൻ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാഗസിൻ എന്ന് അറിയപ്പെടുന്നത്. ആ മാഗസിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഈ വർഷത്തെ വീരപുരുഷൻ ആരാ?
മാർപ്പാപ്പ ഫ്രാൻസിസ്കോ, the most famous person of this year. ഈ വർഷത്തെ ഏറ്റവും പ്രസിദ്ധനായ വ്യക്തി പോപ്പ് ഫ്രാൻസിസ്. മാർപ്പാപ്പ പറയുകയാണ്, ഞാനൊരു പാപിയാണ്. മനസ്സിലായി? മാർപ്പാപ്പ വീണ്ടും പല പ്രാവശ്യം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ഈ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചുണ്ടായി, അതിൻ്റെ കൃത്യമായ വാക്കുകൾ എനിക്കിപ്പോൾ കിട്ടുന്നില്ല, ഒരുപക്ഷെ ഇങ്ങനെയാണ്, ഒരാൾ ഒരു ഹോമോസെക്ഷൽ, എന്താ സ്വയം സ്വവർഗ ഭോഗ അങ്ങനത്തെ ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് എന്താ പറയുന്നത്? മാർപ്പാപ്പ പറഞ്ഞു, ദൈവം അവരോട് കരുണ കാണിക്കുമെങ്കിൽ ഞാനാരാ അതിനെ തടസ്സപ്പെടുത്താൻ? ഇങ്ങനെയല്ലേ? അപ്പൊ ഇത് വലിയ സ്കാൻഡലായി, എല്ലാവരും ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങി. അപ്പോ മാർപ്പാപ്പ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യർ മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കരുണ കാണിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കരുണയെ കുറിച്ചാണ് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ കരുണ അനന്തമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ വെളിപ്പാക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ആ കരുണയുടെ സർവാധിപത്യത്തിന് കീഴിലാണ് നമ്മൾ ഇപ്പോൾ. നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും അവയെല്ലാം ഞാൻ തൂവെള്ളയാക്കി തരും. ഏശയ്യായുടെ പ്രവചനത്തിൽ 51 അധ്യായം ഒന്ന് വായിക്കാം. അതിൻ്റെ ആദ്യത്തെ ചില ഭാഗങ്ങൾ 51:1 മുതൽ ഒരു 10 വരെ വരും. 51 അധ്യായം. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക്, നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. എല്ലാവരും കരമുയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട്, അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു പെരുകുകയും കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും. അവളുടെ വിജയപ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും. അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ തോട്ടം പോലെയും മണലാരണ്യങ്ങളെ കർത്താവിന്റെ തോട്ടം പോലെയുമാക്കും. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപങ്ങളും അവളിൽ നിറയും. സങ്കീർത്തനങ്ങളും അവിടെ നിറയും അല്ലേ? പിന്നെ എന്റെ ജനമേ എന്റെ വാക്ക് കേൾക്കുവിൻ. എന്റെ രാജ്യമേ എനിക്ക് ചെവി തരുവിൻ. എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും. എന്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും. ഞാൻ വേഗം അവരെ മോചിപ്പിക്കും. എന്റെ രക്ഷ കടന്നു വരുന്നു. എന്റെ കരം ജനതകളെ ഭരിക്കും. ഹല്ലേലൂയ. ആ ആദ്യത്തെ 2 വചനം കൂടി വായിച്ചേ. ആ പാറയും ഖനിയും നിങ്ങളെ വെട്ടിയെടുത്ത പാറയിൽ
പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. മനസ്സിലായോ? നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭം എവിടെന്നാണ്? ഏത് പാറയിൽ നിന്നാണ്? അതാണ് വിശ്വാസമാണ് ഇവിടുത്തെ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അബ്രാഹവും സാറയും. നമ്മൾ ഇന്നലെ എല്ലാം പറഞ്ഞതാണ്. മനസ്സിലായോ? ഹലോ, പൗലോസ് മാത്രമല്ല പറയുന്നത്, യേശയ്യ പറയുകയാണ് അബ്രാഹത്തെ കുറിച്ച്. അപ്പൊ ഇത് നമ്മുടെ കാര്യം പറയണത്. നമ്മൾ ഇന്ന് അച്ഛൻ പറയുന്നത് കേട്ടു, യേശുക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്നവർക്ക് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നവരെക്കാൾ എത്രയോ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ക്രോണോസ് ആൻഡ് കൈറോസ്. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ്? കൈറോസ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല, എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പെട്ടെന്ന് എവിടെ കാറ്റഗിസം ഈ നിയമങ്ങളുടെ പഴയ നിയമം പുതിയ നിയമത്തിന്റെ വ്യത്യാസങ്ങളെ കുറിച്ച് അല്പം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ കാറ്റഗിസത്തിൽ സഭയുടെ പ്രബോധനങ്ങളിൽ നീതീകരണത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് അല്പം പഠിക്കാൻ പോവുകയാണ്. ഉറങ്ങാൻ പറ്റിയ സമയമായിരിക്കും കേട്ടോ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോ. ഇത് ഞാൻ ഉച്ചയ്ക്ക് പലയിടത്തുനിന്ന് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. 1961 നിങ്ങളുടെ ജനിച്ച ദിവസം അല്ല, ഇതിലത്തെ നമ്പറാണ് പറഞ്ഞത് കേട്ടോ. 1961 നമ്പർ 1961 കുറിച്ച് വെച്ചു. പേജ് നമ്പർ 482. പേജ് നമ്പർ 482 മലയാളം പുസ്തകത്തിൽ. പഴയ നിയമം നമ്മുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവം ഇസ്രായേലിനെ തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു. തൻ്റെ നിയമം അവർക്ക് വെളിപ്പെടുത്തി. അങ്ങനെ ക്രിസ്തുവിൻ്റെ വരവിന് തയ്യാറെടുപ്പ് നടത്തി. മനസ്സിലായി? അപ്പൊ ഈ പഴയ നിയമം മുഴുവനും ക്രിസ്തുവിൻ്റെ വരവിനുള്ള തയ്യാറെടുപ്പായി. മോശയുടെ നിയമം യുക്തിക്ക് സ്വാഭാവികമായി അഭികാമ്യമായ അനേകം സത്യങ്ങളെ വെളിപ്പെടുത്തുന്നു. രക്ഷയുടെ ഉടമ്പടിയിൽ അവ പ്രഖ്യാപിക്കപ്പെടുകയും ആധികാരികമാക്കപ്പെടുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഉടമ്പടി, ഇപ്പൊ അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടി വരെ നമ്മൾ കണ്ടുള്ളൂ. ആ ഉടമ്പടി ചെയ്ത കർത്താവ് തന്നെയാണ് മോശയോടും ഉടമ്പടി ചെയ്തത്. അപ്പോ ദൈവത്തിന്റെ ഉടമ്പടിയിൽ ഈ നിയമവും ഒരു ഘടകമാണ്. പഴയ നിയമം ആവിഷ്കൃത നിയമത്തിന്റെ പ്രഥമഘട്ടമാണ്. മനസ്സിലായോ? പഴയ നിയമം ആവിഷ്കൃത നിയമത്തിന്റെ പ്രഥമഘട്ടമാണ്. അതിൻ്റെ ധാർമ്മിക നിബന്ധനകൾ 10 പ്രമാണങ്ങളിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. 10 പ്രമാണങ്ങളിലെ കൽപ്പനകൾ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മനുഷ്യന്റെ വിളിക്ക് ആവശ്യമായ അടിത്തറമാകുന്നു. ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിന് വിപരീതമായിട്ടുള്ളതിനെ അവ വിലക്കുന്നു. അതിനെ സംബന്ധിച്ച് സത്താപരമായിട്ടുള്ളതിനെ കൽപ്പിക്കുകയും ചെയ്യുന്നു. 10 പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ വിളിയും മാർഗങ്ങളും മനുഷ്യൻ അറിയുന്നതിന്, അവനെ തിന്മയിൽ നിന്നും സംരക്ഷിക്കുന്നതിനും വേണ്ടി ഓരോ മനുഷ്യന്റെയും മനസാക്ഷിക്ക് നൽകപ്പെട്ട പ്രകാശമാണ്. ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് നിയമം പരിശുദ്ധവും ആധ്യാത്മികവും നല്ലതുമാണ്, എങ്കിലും അപൂർണമാണ്. ഒരു പഠന സഹായകൻ എന്ന പോലെ എന്തു ചെയ്യണം എന്നത് കാണിക്കുന്നു. വചനം വായിക്കാം. ക്രൈസ്തവ നിയമം പരിശുദ്ധവും ആധ്യാത്മികവും നല്ലതുമാണ്. റോമർ 7:12, 14, 16
എങ്കിലും അപൂർണമാണ്. ഒരു പഠന സഹായകൻ എന്ന പോലെ എന്ത് ചെയ്യണമെന്ന് അത് കാണിക്കുന്നു. ഗലാത്യർ 3:24. ഗലാത്യർ 3:24 നിർത്തി വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3:24. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. ശ്രദ്ധിക്കണം. ഒന്നൊരു വായിച്ച എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞു വായിച്ചേ. നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. മറിച്ച് ആർക്കാ? തുടർന്ന് വായിക്കാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. ഇത്തിരി കഠിനമാണല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ, ഇത് സ്വീകരിക്കാൻ, ഇത് നിന്റെ ഉള്ളിൽ പോയിട്ട് മനസ്സിലാക്കാൻ ജ്ഞാനം നൽകണേ. വെളിച്ചം തരേണമേ,